കഴിഞ്ഞ ജൂലൈയിൽ നമ്മൾ നട്ട മുളക് തൈകളാണിത്. അത് ഇപ്പോൾ വിളവ് കുറഞ്ഞത് കൊണ്ട് നമ്മളിപ്പോൾ അതിനെ പിന്നെ പുഴുത് മാറ്റി നീക്കം ചെയ്തതിന് ശേഷം നമ്മൾ രണ്ടാമത് ഇപ്പം തൈകൾ വെച്ച് അതേ ടൈമിൽ തന്നെ നമ്മൾ തൈകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മുളക് നടുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ മഴക്കാലത്താണ്. മഴക്കാലത്ത് നമുക്ക് നല്ല വിളവ് മുളകിൽ നിന്ന് കിട്ടുന്നുമുണ്ട്. അതുകൊണ്ട് എല്ലാ വർഷവും ഞങ്ങൾ ഇതേപോലെ മഴ സമയത്താണ്, കഴിഞ്ഞ കൊല്ലവും മഴ ടൈമിലാണ് ഞങ്ങൾ മുളക് തൈ വെച്ചത്. ഞങ്ങൾക്ക് നല്ല വിളവ് കിട്ടി. ഒരു കൊല്ലം ഞങ്ങൾ വിളവെടുത്ത്. ഇപ്പോൾ വിളവ് കുറഞ്ഞത് കൊണ്ട് നമ്മളിപ്പം പിന്നെ മുളകുകൾ തൈകൾ മാറ്റി പുതിയ തൈ ഇപ്പം നട്ടുകൊണ്ടിരിക്കുകയാണ്. മഴയത്ത് നമ്മൾ തടം കോരുമ്പോഴത്തേക്ക് തടം മണ്ണിൽ നിന്ന് നല്ല ഉയരത്തി വേണം കോരാൻ വേണ്ടി. കാരണം വെള്ളം ചെടിയുടെ ചോട്ടിൽ കെട്ടി നിന്ന് കഴിഞ്ഞാൽ ചെടിയുടെ വേര് ചീഞ്ഞു പോകും. അതുകൊണ്ട് മഴ സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ തടം കോരുമ്പോൾ ഇതുപോലെ ഹൈറ്റിൽ, ചെറിയ രീതിയിൽ ഹൈറ്റിൽ കോരി വെക്കണം കേട്ടോ. ഇപ്പോൾ വീണ്ടും ഒരു മഴക്കാലം ആയിരിക്കുകയാണ്. മഴക്കാലത്താണ് നമ്മൾ പൊതുവെ പച്ചമുളക് അങ്ങനെയുള്ള കൃഷികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഈ ഒരു സമയത്തായിരുന്നു ഞങ്ങൾ ഇവിടെ മുളക് നട്ടിട്ടുണ്ടായിരുന്നത്. അന്ന് റോയൽ ബുള്ളറ്റ് എന്ന് പറയുന്ന മുളകായിരുന്നു ഇവിടെ നട്ടത്. നമുക്ക് ഏകദേശം ഒരു വർഷത്തോളം വിളവ് തന്നൊരു മുളകായിരുന്നു അത്. ഇതാ കിടക്കുന്നു ആ മുളകളെല്ലാം. ഇപ്പം നമ്മൾ അതിൻ്റെ ഏകദേശം മാക്സിമം ഈൽഡ് ലിമിറ്റ് കഴിഞ്ഞു. എങ്കിൽ കൂടിയും അതിനകത്ത് നല്ല രീതിയിൽ ഇപ്പോഴും മുളക് പിടിക്കുന്നുണ്ട്. അതാ ഇവിടെ എല്ലാം മുളക് പിടിച്ചുകൊണ്ടിരുന്നതാണ്. അതിൻ്റെ സമയം കഴിഞ്ഞുകൊണ്ട് നമ്മൾ പുഴുത് മാറ്റിയിട്ട് പുതിയ വെറൈറ്റി ആയിട്ടുള്ള സിറ മുളക് നമ്മളിവിടെ നടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നടുന്നതെന്നും ഇതിൻ്റെ വളപ്രയോഗങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി മുളക് നട്ട ഏരിയ ആയിരുന്നു. നമ്മൾ മുളക് പുഴുത് കളഞ്ഞതിന് ശേഷം സെയിം തടത്തിൽ തന്നെ നമ്മൾ ഡോളോമേറ്റ് വെതറി മണ്ണ് വെട്ടിക്കൂട്ടുകയാണ് കേട്ടോ ആദ്യം ചെയ്യുന്ന ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അച്ഛൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോളോമേറ്റ് വെതറിയിട്ട് നമ്മൾ മണ്ണ് വെട്ടി ഇളക്കി കൂട്ടുകയാണ് കേട്ടോ. അടുത്ത വളപ്രയോഗമാണ് നമ്മൾ അടുത്ത ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് ചെയ്തതിന് ശേഷം. അപ്പോൾ ഇത് 1/2 മീറ്റർ വിസ്തൃതിയുള്ള ചെറിയ റൗണ്ടിലെടുത്ത തടങ്ങളാണ്. അപ്പോൾ ഇതിനകത്തിൻ്റെ ഓരോ പിടി ഡോളോമേറ്റ് ആണ് ഓരോ തടത്തിലും വെതറുന്നത്. ഇത് ഞാൻ രണ്ടാമത് ഇവിടെ ഓൾറെഡി നമ്മൾ കുമ്മായ ഇട്ട് ട്രീറ്റ് ചെയ്തൊരു പ്രോപ്പർട്ടി ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പിന്നീട് കുമ്മായ ആഡ് ചെയ്യാതെ ഡോളോമേറ്റ് ഉപയോഗിക്കുന്നത്. അപ്പം ഡോളോമേറ്റ് ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കുമ്മായ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലാണെന്നുണ്ടെങ്കിൽ വീണ്ടും കുമ്മായ ഇടേണ്ട ആവശ്യമില്ല. ഡോളോമേറ്റ് ഇട്ടിട്ട് നമുക്ക് ഡയറക്റ്റ് കൃഷി സ്റ്റാർട്ട് ചെയ്യാം. 2 ദിവസത്തിനുള്ളിൽ തന്നെ ചെടി നട്ടിട്ട് നമുക്ക് കൃഷി സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഡോളോമേറ്റ് കുമ്മായം ഉപയോഗിക്കാത്തൊരു പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 12 ദിവസമെങ്കിലും കുമ്മായം വെതറി നനച്ചിട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ വളങ്ങൾ ആഡ് ചെയ്തിട്ട് കൃഷി സ്റ്റാർട്ട് ചെയ്യാവൂ കേട്ടോ. അപ്പം നല്ല മഴയുള്ള സമയമാണ്. എങ്കിൽ കൂടി നമുക്ക് ഈ ചെടികൾ നട്ടേ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ഓണത്തിനുള്ള പച്ചമുളകും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റൂ. നമുക്ക് വളരെ ലിമിറ്റായിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. എങ്കിലും മാക്സിമം നമ്മൾ ഓർഗാനിക്കലി മാക്സിമം നല്ല രീതിയിലുള്ള പച്ചക്കറികൾ റെഡിയാക്കിയിട്ട് നമ്മുടെ നാട്ടുകാർക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൃഷി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ പച്ചമുളക് കൃഷി വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. ലാസ്റ്റ് തവണ നമുക്ക് ഇഷ്ടം പോലെ വരുമാനം തന്ന ഒരു മുളകായിരുന്നു റോയൽ ബുള്ളറ്റ് എന്ന് പറയുന്നത്. നല്ല എരിവും അതുപോലെ നല്ല മണമുള്ളൊരു മുളകായിരുന്നു. അപ്പോൾ ഈ തവണത്തെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ സെറയാണ്. സെറ ഞാൻ ഓൾറെഡി കൃഷി ചെയ്തായിരുന്നു. നല്ല രീതിയിൽ ഈൽഡ് വരുന്നൊരു മുളകാണ് കേട്ടോ. അപ്പം ആ ഒരു മുളകാണ് ഈ തവണ നമ്മളിവിടെ കൃഷി ചെയ്യാൻ വേണ്ടി പോകണം. അതുപോലെ തന്നെ ഞാൻ വാം എന്ന ജൈവാണു വളത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. VAM വാം കേട്ടോ. അപ്പോൾ ഈ വാം നമ്മൾ ഏത് ചെടി നട്ടാലും ഓരോ സ്പൂൺ വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഗ്രോത്ത് ചെടിയൊക്കെ കിട്ടും കേട്ടോ. നല്ലപോലെ വേരോടി നല്ലപോലെ കരുത്തോടെ ചെടികൾ കിളിച്ചു വരും. അപ്പോൾ നിങ്ങൾ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ഇതുപോലെ തടങ്ങളിലൊക്കെ നട്ടാൽ തന്നെയും ഏത് ചെടി നട്ടാലും നമുക്ക് വാം ഉപയോഗിക്കാം കേട്ടോ അതിന്. അപ്പം നമ്മൾ ഡോളോമേറ്റ് ഇട്ട് 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം ചെടികൾ നട്ട് തുടങ്ങിയിട്ടുള്ളത്. ട്രെയിൽ പാകി കിളിപ്പിച്ചിട്ടുള്ള മുളക് തൈകളാണ് പ്രത്യേകിച്ച് നമ്മൾ മഴ സമയത്ത് നടാറുള്ളത് കേട്ടോ. നട്ടതിന് ശേഷം പ്രത്യേകിച്ച് വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇടാറില്ല. നമ്മൾ മണ്ണിര കമ്പോസ്റ്റ് മാത്രം മേളിൽ ചെറുതായിട്ട് തൂകും. അതുപോലെ തന്നെ ഇതുപോലുള്ള ബെഡുകളിനകത്താണ് നമ്മൾ ഡയറക്റ്റ് നടുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ കുറച്ച് ഉയരത്തിൽ നമ്മൾ ഇതുപോലെ മണ്ണ് വെട്ടി കോരിയിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ജസ്റ്റ് കുത്തി വെക്കത്തേ ഉള്ളൂ. ഒരുപാട് ആഴത്തിൽ കുത്തി ഇറക്കത്തില്ല. ഇതുപോലെ മണ്ണൊന്ന് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ മേളിൽ വെച്ചിട്ട് പിന്നീട് നമ്മൾ മണ്ണിര കമ്പോസ്റ്റ് മേളിൽ തൂകിയാണ് കൊടുക്കുന്നത്. ഇതാണ് ആദ്യത്തെ വളപ്രയോഗം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ മുളകുകൾ ഈ ഒരു വളത്തിൽ തന്നെ പയ്യെ പിടിച്ച് കയറി വന്നോളും. ആദ്യത്തെ ഒരു ആഴ്ചത്തേക്ക് അത് വേര് പിടിക്കുന്ന ടൈമാണ്. അതിനുശേഷം വേര് പിടിച്ചതിന് ശേഷം മാത്രം നമ്മൾ പിന്നീട് പുളിപ്പിച്ച വളമാണ് ഇതിനൊഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഈ പുളിപ്പിച്ച വളം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ മേളിൽ തന്നെ ഈ വീഡിയോയുടെ മേളിൽ തന്നെ നിങ്ങൾക്ക് കാണും കേട്ടോ. അപ്പോൾ അതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ പുളിപ്പിച്ച വളം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പുളിപ്പിച്ച വളമായിരിക്കും പിന്നീടുള്ള ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ ചെടിയേക്ക് കൊടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ ആ ഒരു പുളിപ്പിച്ച വളത്തിൽ തന്നെ ഈ ചെടികൾ
ചെടികളെല്ലാം നല്ല രീതിയിൽ വളർന്നു വരും. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ കീടനിയന്ത്രണം കൂടെ മെയിനായിട്ട് മുളകിൽ നോക്കണം. ഇതിൻ്റെ മെയിനായിട്ടുള്ള കീടനിയന്ത്രണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് നീമോയിൽ വെളുത്തുള്ളി മിശ്രിതമാണ്. അപ്പോൾ ഈ നീമോയിൽ വെളുത്തുള്ളി മിശ്രിതം ഉണ്ടാക്കിയിട്ട് ഇലകളിൽ ആഴ്ചയിൽ ഒരു തവണ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വെർട്ടിസീലിയം എന്ന ജൈവ കീടനാശിനിയുണ്ട്. അത് പൗഡർ രൂപത്തിലും വരുന്നുണ്ട്, ലിക്വിഡ് ഫോമിലും വരുന്നുണ്ട്. അതെല്ലാ അഗ്രോ ഷോപ്പുകളിലും വളങ്ങൾ വിൽക്കുന്ന കടകളിലും അവൈലബിൾ ആണ്. അപ്പോൾ ഈ വെർട്ടിസീലിയം പൗഡർ രൂപത്തിൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചെടിയിൽ ആഴ്ചയിൽ ഒരു തവണ എന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ലിക്വിഡ് ഫോമിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 5 ml ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ. 5 ml 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാനൊരു കാര്യം കൂടെ വിട്ടുപോയി. നമ്മൾ ഈ ചെടികൾ നട്ട് ഇപ്പം മണ്ണിര കമ്പോസ്റ്റ് നമ്മൾ എൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് വാമും കൂടെ ആഡ് ചെയ്തെടുക്കും. വാമും ഒരു ജൈവാണു വളമാണ്. വാമും എല്ലാ വളക്കടകളിലും വാങ്ങിക്കാൻ കിട്ടും. 1 കിലോ വാമിന് ഏകദേശം 140 രൂപ വില വരുന്നുള്ളൂ. ഓരോ ചെടിയുടെ ചുവട്ടിലും ഓരോ സ്പൂൺ വെച്ച് വാം ഇട്ട് കൊടുക്കുക. ഓരോ ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ടീസ്പൂൺ ഇട്ടാലും മതി കേട്ടോ. എന്നിട്ട് മണ്ണ് ജസ്റ്റ് ഒന്ന് മൂടി കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ നിലവിൽ ചെടികൾ നട്ടു പോവുകയാണ് മണ്ണിര കമ്പോസ്റ്റ് ഇട്ട്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വാമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് മുളക് നടുന്ന രീതി. പ്രത്യേകിച്ച് മഴക്കാലത്ത്, എപ്പോഴും മഴക്കാലങ്ങളിലാണ് നമ്മൾ മുളക് നടുന്നത്. ഇങ്ങനെ നടുന്ന മുളക് നമ്മൾ അടുത്ത സീസൺ വരെ, അടുത്ത ജൂലൈ വരെ നമ്മൾ ഇതിനകത്തുനിന്ന് വിളവെടുക്കും കേട്ടോ. ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള വിളവ് കിട്ടാറുണ്ട്. ഇതിൻ്റെ ഓരോ നെക്സ്റ്റ് ബൈ ഘട്ടങ്ങളായിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ ഈ ഒരു മുളക് കൃഷി ചെയ്യുന്ന എങ്ങനെയാണ് സ്റ്റാർട്ടിങ് എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് കേട്ടോ. മഴക്കാലത്ത് ഞങ്ങൾ തൈകൾ നടുന്നതെന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് നല്ല രീതിയിൽ തൈ വളരുകയും ചെയ്യും, നമുക്ക് നല്ല ഫലം കിട്ടുന്നുമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സാധാരണയായിട്ടും മഴക്കാലത്ത് ഈ തൈകൾ വെക്കുന്നതും. അതുകൊണ്ട് നമുക്ക് നല്ല വിളവ് കിട്ടുന്നു. കഴിഞ്ഞ കൊല്ലവും അതേ കണക്ക് തന്നെയാണ് നമ്മൾ ചെയ്തത്. അതിപ്പോൾ വിളവ് കുറഞ്ഞു എങ്കിൽ തന്നെ മുളക് ശരിക്കും അതിൽ പിടിക്കുന്നുണ്ട്. താണ്ട മുളകുണ്ട്, എങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര വിളവില്ലാത്തത് കൊണ്ട് നമ്മളത് അതുപോലെ മുളക് ചിലതൊക്കെ ചെറുതായി പോകുന്നു. അതുകൊണ്ടാണ് നമ്മളത് മാറ്റിയതിന് ശേഷം നമ്മൾ താണ്ട ഇപ്പോൾ പുതിയ തൈ താണ്ട ഇവിടെ വെച്ച് ഇത് ബാക്കിയെല്ലാം പിഴുതു മാറ്റി ഞങ്ങളുടേതായ രീതിയിലുള്ള കൃഷിയെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. പിന്നെ നമ്മൾ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിൽ നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിന്റെ അടുത്ത ഘട്ടം ഓരോ വളങ്ങളും നമ്മൾ ചെയ്യുന്നതനുസരിച്ച് ഘട്ടം ഘട്ടമായി നമ്മൾ എല്ലാ വീഡിയോയും കാണിക്കുന്നതായിരിക്കും. ചെടി നടുന്നവരുള്ള വളപ്രയോഗങ്ങളെല്ലാം നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത ഓരോ പ്രാവശ്യവും വളം ചെയ്യുന്നതിനെ പറ്റിയുള്ള അതിൻ്റെതായ വീഡിയോകൾ ഞങ്ങൾ ഇനി തുടരെ കാണിക്കുന്നതായിരിക്കും. പിന്നെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ബൈ.